ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു സമൂഹത്തിൽ ജനിച്ച സ്ത്രീ. അവൾ അനുഭവിച്ച വേദനയുടെയും മാനക്കേടിൻ്റെയും കഥയാണിത്. (1789) ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റ് കേവ് എന്ന ഒരു ഗ്രാമം. അവിടെയാണ് സാറ ബാൾട്ട്മാൻ ജനിച്ചത്. സാറയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ അവരുടെ അമ്മ മരിച്ചു. 4-ാം വയസ്സിൽ അച്ഛനും പോയി. ശരിക്കും ഒരു ഒറ്റപ്പെട്ട ഒരു ബാല്യമായിരുന്നു അവരുടേത്. തികച്ചും അനാഥത്വം ഫീൽ ചെയ്യുന്ന ഒരു ബാല്യം. അവസാനിച്ചത് അവരുടെ വിവാഹശേഷമാണ്. വളരെ സന്തോഷവതിയായി ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന സാറയ്ക്ക് ഒരു മകൾ ജനിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ സാറയ്ക്ക് തൻ്റെ മകളെ നഷ്ടമായി. രോഗബാധിതയായി മരിച്ച ആ കുഞ്ഞിനെ ഓർത്ത് സാറയും ഭർത്താവും ജീവിച്ചു. പെട്ടെന്നൊരു ദിവസം സാറയെ തേടി വന്ന വാർത്ത തൻ്റെ ഭർത്താവിൻ്റെ മരണവാർത്തയായിരുന്നു. ഒരു ഡച്ച് അധിനിവേശക്കാരനാൽ കൊല്ലപ്പെട്ട സാറയുടെ ഭർത്താവിൻ്റെ മൃതദേഹം നോക്കി സാറ മൗനമായി നിന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഏറെ ദിവസത്തെ മൗനം താൻ വീണ്ടും അനാഥയായി എന്ന് അവളുടെ മനസ്സിനെ പഠിപ്പിച്ചു തുടങ്ങി. ജീവിക്കണമെന്ന ബോധമോ മരിക്കാനുള്ള ഭയമോ അവൾ ഒരുതരം ധൈര്യം വീണ്ടെടുത്തു. തൻ്റെ ഗോത്രത്തിൽ തന്നെ വരുമാനമില്ലാതെ ജീവിക്കാനുള്ള മടി ആ നാട് വിടാൻ സാറ തീരുമാനിച്ചു. 1795 കാലഘട്ടങ്ങൾ ദക്ഷിണാഫ്രിക്ക ബ്രിട്ടീഷ് അധീനതയിലുള്ള കാലമായിരുന്നു. ഉപജീവന മാർഗമെന്നത് സാറയ്ക്ക് വീട്ടുവേല മാത്രമായിരുന്നു. പല വീടുകളിലും അവൾ ജോലി ചെയ്തു. ഖോയി ഗോത്രവർഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് സാറയുടെ ഗോത്രത്തിന്. അവരുടെ ശരീരഘടന തന്നെയായിരുന്നു ആ ഒരു പ്രത്യേകത. അസാധാരണമായ നിതംബ വളർച്ചയായിരുന്നു ആ ഗോത്രവർഗക്കാർക്ക്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ, സ്ത്രീകളും പുരുഷന്മാരും സാറയെ അല്പം ശ്രദ്ധിക്കുമായിരുന്നു. സത്യത്തിൽ ഇത്തരത്തിൽ നിതംബങ്ങളിലും തുടകളിലും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് സ്റ്റീറ്റോപീജിയ എന്ന അവസ്ഥ. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. സാറ തൻ്റെ വിഷമങ്ങൾ മറന്ന് ജീവിച്ചു തുടങ്ങി. എന്നാൽ അത് അല്പ ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ശാന്തത മാത്രമായിരുന്നു. സാറ ജോലി ചെയ്തിരുന്നത് പീറ്റർ സോസ് എന്നയാളുടെ വീട്ടിലായിരുന്നു. അവിടെ പീറ്ററിന് ഒരു ദിവസം 2 അതിഥികൾ വന്നെത്തി. പീറ്ററിൻ്റെ സഹോദരൻ ഹെൻറിക് സീസറും അയാളുടെ സുഹൃത്തായ വില്യം ഡൺലപ്പും. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ സാറയിൽ കഴുകൻ കണ്ണുകൾ എറിഞ്ഞിരുന്നു. സാറയുടെ ശരീരഘടന അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്നു. സാറ അനാഥയാണെന്ന് അവളെക്കുറിച്ച് അന്വേഷിച്ചു വരാൻ ഒരു കുഞ്ഞു പോലുമില്ലെന്ന് പീറ്റർ തൻ്റെ അതിഥികൾക്ക് വ്യക്തമാക്കി കൊടുത്തു. പിന്നീട് അങ്ങോട്ട് അവർ ആസൂത്രണം ചെയ്തത് സാറയെ ലണ്ടനിലേക്ക് എത്തിക്കാനുള്ള വഴികളായിരുന്നു. അസാധാരണമായതും അമൂല്യമായതുമൊക്കെ പ്രദർശിപ്പിച്ച് പണം സമ്പാദിക്കുന്നതിന് ഒരു പേരുകെട്ട നഗരമായിരുന്നു ലണ്ടൻ അക്കാലത്ത്. വളരെ വലിയ നിതംബങ്ങളുള്ള സാറയെ പ്രദർശിപ്പിച്ച് കൂടുതൽ സമ്പാദിക്കുക എന്നത് വില്യം ഹെൻറിക്കും തീരുമാനിച്ചിരുന്നു. ഇംഗ്ലീഷ് ഭാഷ വായിച്ചറിയാനാവാത്ത സാറയെ അവർ ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയ കരാറിൽ 1810 ഒപ്പുവെപ്പിച്ച് ലണ്ടനിലേക്ക് കടത്തി. തനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാത്ത സാറ അവർക്കൊപ്പം നിൽക്കേണ്ടി വന്നു. 1810 സ്ത്രീ സൗന്ദര്യത്തെ വിലയിരുത്തുന്നത് നിതംബങ്ങളിലെയും മാറിടങ്ങളിലെയും വലിപ്പമായിരുന്നു. അങ്ങനെയിരിക്കെ വലിയ നിതംബങ്ങളുള്ള സാറ യൂറോപ്യന്മാർക്കിടയിൽ ചൂടുള്ള വാർത്തയായി മാറി. അതു കാണാൻ കൗതുകത്തോടെ വന്നവർ സാറയെ ഒരു മൃഗത്തെ എന്ന പോലെ നോക്കി നിന്നു. സാറയുടെ ശരീരഭാഗങ്ങൾ വിവരിച്ച് കാണിക്കുന്ന ത്രസിപ്പിക്കുന്ന പാട്ടുകൾ ഒരുക്കി ഹെൻറിക് സീസർ അവളെ പ്രദർശിപ്പിച്ചു തുടങ്ങി. സാറയുടെ നഗ്നചിത്രങ്ങളാൽ ലണ്ടൻ ഭിത്തികൾ നിറഞ്ഞു. നിതംബങ്ങളെ മറയ്ക്കാൻ ഒട്ടകപ്പക്ഷിയുടെ തൂവലുകൾ പിടിപ്പിച്ച് ഇറുകിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഒരു ഇരുമ്പ് കൂട്ടിൽ അവർ സാറയെ കൊണ്ടുവന്നു. കൂട്ടിൽ നിന്നും ഇറങ്ങാൻ വിസമ്മതിച്ച ആ പാവം സ്ത്രീയെ അവർ ഇരുമ്പുകോലുകൾ കൊണ്ട് കുത്തി, ചാട്ടവാറുകൾ കൊണ്ടടിച്ചും ഒരു പെണ്ണിനെ തൻ്റെ നഗ്നത ആയിരക്കണക്കിന് ജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കേണ്ടി വരുന്ന വലിയ ഒരു ദുരവസ്ഥയിലൂടെയായിരുന്നു സാറ അന്ന് കടന്നുപോയത്.
ഇത് കാണാൻ കൗതുകത്തോടെ വന്ന സാറയെ ജനങ്ങൾ ഒരു മൃഗത്തെ എന്ന പോലെ നോക്കി. ചിലർ കാമാസക്തിയോടെയും മറ്റു ചിലർ വെറുപ്പോടെയും, ചില സ്ത്രീകൾ അസൂയയോടെയും സാറയെ കൂക്കി വിളിച്ച് എതിരേറ്റു. കണ്ണുനീർ ഒളിപ്പിച്ച് സാറ മൗനമായി നിന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിച്ച ശേഷം സ്വകാര്യമായി സമ്പന്നർക്കും സാറയെ പ്രദർശിപ്പിച്ചു. പുരുഷന്മാർ സാറയെ പല രീതികളിലും ഉപയോഗിച്ചു. വേദനകൾ നിറഞ്ഞ ജീവിതം പേടിയോടെയാണ് സാറ അന്ന് നോക്കിക്കണ്ടത്. ഒരു പെണ്ണുപോലും സാറയ്ക്കു വേണ്ടി സംസാരിച്ചില്ല എന്നുള്ളത് ഒരു കൗതുകമാണ്. പലരും സാറയെ പ്രദർശിപ്പിക്കുമ്പോൾ കൗതുകത്തോടെയാണ് നോക്കി നിന്നത്. എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾ ഇങ്ങനെ മൗനമായി നിന്നത്? ഒരുപക്ഷെ ഭൂമിയിൽ മാനവികത എന്നത് പണ്ടു മുതൽക്കേ നഷ്ടപ്പെട്ടിരിക്കാം. 1807 ലണ്ടനിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ നിയമം വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. സാറ ബാൾട്ട്മാൻ്റെ പ്രദർശനം കാണാൻ ആളുകൾ കുറഞ്ഞു വന്നു. എന്നാലും അവളെ സ്വതന്ത്രയാക്കി വിടാൻ അവരുടെ സംഘാടകർ തയ്യാറായിരുന്നില്ല. അവർ സാറയെയും കൊണ്ട് ബ്രിട്ടനിലേക്ക്, അയർലാൻഡിലേക്കും യാത്രയായി. പ്രദർശന ഷോകൾ നടത്തി. 1814 ഹെൻറിക് സീസർ സാറയുമായി പാരീസിലേക്ക് യാത്ര തിരിച്ചു. അവിടെയും സമ്പന്നർക്ക് മദ്യം നൽകി സൽക്കരിക്കാൻ ഒരു മദ്യശാലയിൽ അവളെ നിർത്തി. അവളിൽ നിന്നും വരുമാനം കുറഞ്ഞപ്പോൾ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ അത്രയ്ക്കും അവളെ ഉപയോഗിച്ച് അവസാനം ഒരു മൃഗശാലക്കാരൻ സാറയെ വിറ്റു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര നീചമായിട്ടാണ് അയാൾ അവളെ ഉപയോഗിച്ചത്. അനാഥയായതിൻ്റെ പേരിൽ നിർബന്ധിത വ്യഭിചാരവും അടിമത്തവും നഗ്നതാ പ്രദർശനവും സാറ വല്ലാതെ തകർന്നു പോയിരുന്നു. അവളുടെ ശരീരത്തെ തന്നെ വെറുത്തു തുടങ്ങി. പിന്നീട് അവൾ ഒരു നിത്യ മദ്യപാനിയായി. ഒരു ചിത്രകാരൻ സാറയുടെ ശരീരം വരയ്ക്കാനായി പൂർണ്ണ നഗ്നയായി നിൽക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. സത്യത്തിൽ ഒരു സ്ത്രീക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. സാറ പരമാവധി വിസമ്മതിച്ചു. നഗ്നത പ്രദർശിപ്പിക്കുന്നതിലും ഭേദം ഈ ജീവിതം അങ്ങ് ഇല്ലാതാക്കുന്നതാണെന്ന് അവൾ സ്വയം വിശ്വസിച്ചു. എന്നിരുന്നാലും അവൾക്ക് അതിനും വഴങ്ങേണ്ടി വന്നു. സർവ മനോധൈര്യവും ചോർന്ന് ആ പാവം സ്ത്രീ മരിച്ചു ജീവിച്ചു എന്ന് വേണം പറയാൻ. 1815 തൻ്റെ 26-ാം വയസ്സിൽ സാറ ബാൾട്ട്മാൻ ഒരു നീതി പോലും ലഭിക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അടിമയായി തന്നെ. എന്നാൽ മരണശേഷവും അവളെ അവർ വിട്ടില്ല. ശാസ്ത്രജ്ഞർ അവളുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു സൂക്ഷിച്ചു. നിതംബങ്ങൾ, ഗുഹ്യഭാഗങ്ങൾ, തലച്ചോറ്, മാംസങ്ങൾ, എന്തിന് അവളുടെ അസ്ഥികൂടം വരെ എടുത്ത് ഫ്രാൻസിലെ മ്യൂസിയം ഓഫ് മാനിൽ സൂക്ഷിച്ചു. അതിനൊപ്പം അവളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച ശില്പവും. 1815 മുതൽ 1975 വരെ അവിടെ അവർ പ്രദർശിപ്പിച്ചു. 1994 നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായ കാലം സാറയുടെ നീതിക്കായി പ്രയത്നിച്ചു തുടങ്ങി. ഇതിനായി 8 വർഷം നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ 192 വർഷങ്ങൾക്ക് ശേഷം 2002 അറുത്തുമാറ്റപ്പെട്ട നിതംബങ്ങളും അസ്ഥികൂടവും ഗുഹ്യഭാഗങ്ങളും പഴയ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ശില്പവുമായി സാറ ബാൾട്ട്മാൻ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തി. ഒരു കരാറിൻ്റെയും ചങ്ങലകളില്ലാതെ സാറയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഒരു വലിയ വരവേൽപ്പായിരുന്നു ആ ശരീരഭാഗങ്ങൾക്ക് ലഭിച്ചത്. 2010 പുറത്തിറങ്ങിയ ദ ബ്ലാക്ക് വീനസ് എന്ന സിനിമയും 1998 പുറത്തിറങ്ങിയ ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് സാറ ബാൾട്ട്മാൻ എന്ന ഡോക്യുമെൻ്ററിയിലും സാറയുടെ കഥ വളരെ വ്യക്തമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ വൈകിയാണെങ്കിലും സാറ ബാൾട്ട്മാന് നീതി ലഭിച്ചു. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിക്കാം. അടിമയെപ്പോലെ ഇപ്പോഴും പല സ്ത്രീകളും നമുക്ക് ചുറ്റുമുണ്ട്. സത്യത്തിൽ അവർക്ക് മരണശേഷമല്ല നീതി ലഭിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ്. അവർക്ക് വേണ്ടി നമുക്ക് പൊരുതാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.